ഹലോ ഓൾ. ഇന്ന് ഞാൻ ADCയും DEACയുടെയും MCQസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. The resolution of an ADC is defined as. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ADCയുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് ആണോ? മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് അല്ല എന്ന് നമുക്കറിയാം അല്ലേ. നമ്പർ ഓഫ് ബിറ്റ്സ് ഓഫ് ദ ഡിജിറ്റൽ ഔട്ട്പുട്ട്. അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് അനലോഗ് ആയിട്ടും ഔട്ട്പുട്ട് ഡിജിറ്റൽ ആയിട്ടുമാണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ട് എന്നുള്ളത് റെസൊല്യൂഷൻ്റെ ഒരു കണക്ക് തന്നെയാണ്. കൺവേർഷൻ ടൈം അല്ല, output voltage range അല്ല. അപ്പോൾ resolution determines how finely the input signal can be quantized. Example, an 8-bit ADC has 2⁸ 256 discrete levels. Okay, അപ്പോൾ resolution എന്ത് വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ബിറ്റ്സ് ഓഫ് ഡിജിറ്റൽ ഔട്ട്പുട്ട് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ട്ടോ. അടുത്ത ചോദ്യം, which of the following affects the accuracy of an ADC? അക്യുറസിനെ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. റെസൊല്യൂഷൻ, യെസ്, റെസൊല്യൂഷൻ എഫക്ട് ചെയ്യാറുണ്ട്. റെഫറൻസ് വോൾട്ടേജ്, തീർച്ചയായിട്ടും. നോയ്സ് വന്ന് അക്യുറസി കുറയും നമുക്കറിയാം. ഓൾ ഓഫ് ദി എബവ്, അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം ഓൾ ഓഫ് ദി എബവ് ആണ്. അക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ റെസൊല്യൂഷൻ, റെഫറൻസ് വോൾട്ടേജ്, സാമ്പിളിംഗ് റേറ്റ് ആൻഡ് നോയ്സ്. ഓക്കെ, അടുത്ത ചോദ്യം, which ADC type converts analog input to digital output using a binary search algorithm? ഒരു ബൈനറി സെർച്ച് അൽഗോരിതം വെച്ചിട്ട് ഒരു രജിസ്റ്റർ ഒക്കെ വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ ഏതിൽ ഓർമ്മയുണ്ടോ? ഫ്ലാഷ് ADC ആണോ? അല്ല. ഫ്ലാഷ് ADC എന്ന് പറഞ്ഞാൽ കുറേ പാരലൽ ആയിട്ടുള്ള കമ്പാരേറ്റേഴ്സ് വെച്ച് ചെയ്യുന്നതാണ്. ഫ്ലാഷ് ADC അല്ല. സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ADC ആണോ? SAR ആണോ? അതെ, സക്സസീവ് അപ്രോക്സിമേഷൻ ADC ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും? സക്സസീവ് അപ്രോക്സിമേഷൻ ഉപയോഗിക്കും. ഓക്കെ, ബൈനറി സെർച്ച് വെച്ചിട്ട് ഓരോ വട്ടവും അപ്രോക്സിമേറ്റ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇൻറ്റഗ്രേറ്റിംഗ് ADC അല്ല, സിഗ്മ ഡെൽറ്റ ADC അല്ല. ഓക്കെ, അപ്പോൾ SAR ആണ്, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ആണ്. എന്ത് യൂസ് ചെയ്യുക? ബൈനറി സെർച്ച് അൽഗോരിതം ഉപയോഗിക്കുക. അടുത്തത്, which ADC type is the fastest ADC ഏതാണ്? ഫ്ലാഷ് ADC ആണ് അല്ലേ. ഫ്ലാഷ് ADCക്കകത്ത് we use 2⁻n-1 comparators to convert input instantly, making it extremely fast but costly ആണ്. ഓക്കെ, കുറേ കമ്പാരേറ്റേഴ്സ് വേണം അവിടെ, പക്ഷേ എന്താണ്, പെട്ടെന്ന് കമ്പയർ ചെയ്ത് കിട്ടും, ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം, which ADC type is commonly used in digital voltmeters due to its noise rejection? നോയ്സ് റിജക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഡിജിറ്റൽ വോൾട്ട്മീറ്റേഴ്സിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്? അതിന് ഫ്ലാഷ് ADC ഉപയോഗിക്കാൻ പറ്റില്ല, സക്സസീവ് അപ്രോക്സിമേഷൻ ADC ഉപയോഗിക്കാൻ പറ്റില്ല, ഇൻറ്റഗ്രേറ്റിംഗ് ADC അല്ലെങ്കിൽ ഡുവൽ സ്ലോപ്പ് ADC ആണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഡുവൽ സ്ലോപ്പ് ADC ഈസ് ആവറേജ് ദി ഇൻപുട്ട് ഓവർ എ ടൈം പീരീഡ്, റെഡ്യൂസിങ് നോയ്സ് ആൻഡ് പ്രൊവൈഡിങ് ഹൈ അക്യുറസി. അപ്പോൾ ഡുവൽ സ്ലോപ്പ് ADC ആണ് ഡിജിറ്റൽ വോൾട്ട്മീറ്റേഴ്സിൽ ഉപയോഗിക്കാമെന്ന് അറിയാം, നോയ്സ് കുറയ്ക്കാനും അക്യുറസി കൂട്ടാനും. ഓക്കെ, അടുത്തത്, ദ സാമ്പിളിംഗ് റേറ്റ് ഓഫ് എൻ ADC. സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സാമ്പിൾസ് പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആണോ? അല്ല. ടൈം ടേക്കൺ ഫോർ കൺവേർഷൻ അല്ല, നമ്പർ ഓഫ് സാമ്പിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നൈക്യൂസ് ക്രൈറ്റീരിയം വെച്ചിട്ട് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 times the maximum input frequency. ഓക്കെ, അതായത് FS മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FM എന്ന് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള നൈക്വിസ്റ്റ് തിയറം കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ an R2R ladder DAC the resistor ratio should be. R2R ladder DACക്കകത്ത് റെസിസ്റ്ററിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. 1:1 അല്ല, 1:2 കാണുമ്പോൾ നമുക്ക് തോന്നും അതാണെന്ന്, പക്ഷെ 2:1 ആണ് റേഷ്യോ കേട്ടോ. R2R ലാഡറിനകത്ത് റെസിസ്റ്റേഴ്സ് റേഷ്യോ എന്താണ്? 2:1 ആണ്. ഓക്കെ, അപ്പോൾ and they generate weighted binary outputs accurately. അടുത്തത്, resolution of DAC depends on. DAC, digital to analog converterന്റെ resolution എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? It depends on the number of resistors, number of input bits, reference voltage, അതായത് all of the above. Okay, resolution എന്താണ്? It is the smallest possible change in the analog output voltage and it depends on all these. Okay, അടുത്ത ചോദ്യം, 9th one, the main disadvantage of weighted resistor DAC എന്താണ്? വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും? ഒരു റെസിസ്റ്റർ R ഉണ്ടാവും, പിന്നെ 2R ഉണ്ടാവും, 2² R ഉണ്ടാവും, 2³ R ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് പ്രിസൈസ് വാല്യൂസ് കിട്ടാനാണ് ഏറ്റവും പാട് ഒന്ന്. പിന്നെ എന്താണ് പ്രശ്നം?
എറർ കൂടി വരും. ഹയർ റെസൊല്യൂഷൻ ആവുമ്പോൾ എറർ കൂടി വരും. അപ്പോൾ റെസൊല്യൂഷൻ വളരെ കുറവാവാനേ പറ്റുള്ളൂ. ഇത് രണ്ടുമാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഹൈ സ്പീഡ് അല്ല, റിക്വയർസ് പ്രിസൈസ് റെസിസ്റ്റർ വാല്യൂസ് ശരിയാണ്, ലിമിറ്റഡ് ടു ലോ റെസൊല്യൂഷൻ. അപ്പോൾ ബി ആൻഡ് സി ആണ് ഇവിടെ ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, the smallest change in analog output that a DAC can produce is called, അത് നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ, അതിനെന്താ പറയുക, റെസൊല്യൂഷൻ എന്നാണ് പറയുക. പിന്നെ ആ സ്മോളസ്റ്റ് ചേഞ്ചിന് മറ്റൊരു കാര്യം കൂടെ പറയാം, എന്ത്, അതിൻ്റെ LSB കൂടെ അല്ലേ അത്, അപ്പോൾ അത് LSB ആണെന്നും പറയാം. ഓക്കെ, LSBക്കകത്തല്ലേ ആ സ്മോളസ്റ്റ് ചേഞ്ച് വരാൻ പോകുന്നത്, ആ ഒരു 1 ബിറ്റ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ആ LSBക്കല്ലേ, അപ്പോൾ അതാണ് സ്മോളസ്റ്റ് ചേഞ്ച് എന്നും പറയാം. അപ്പോൾ എയും ബിയും ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, ക്വാണ്ടൈസേഷൻ എറർ ഇൻ ADC ഈസ് ഡ്യൂ ടു, ക്വാണ്ടൈസേഷൻ എറർ വരാൻ കാരണം എന്താണ് ADCക്കകത്ത്, ഫൈനൈറ്റ് റെസൊല്യൂഷൻ, അതാണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഫൈനൈറ്റ് റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ക്വാണ്ടൈസേഷൻ എറർ വരാൻ കാരണം. അപ്പോൾ ADC ഔട്ട്പുട്ട് ഇസ് ഡിസ്ക്രീറ്റ്, സോ സ്മോൾ അനലോഗ് ഡിഫറൻസസ് വിതിൻ 1 LSB ആർ ലോസ്റ്റ്. അപ്പോൾ ദാറ്റ് ഇസ് എ ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, അപ്പോൾ ക്വാണ്ടൈസേഷൻ എററിന് വരാൻ കാരണം അതാണ്. ഫൈനൈറ്റ് ആയിട്ടുള്ള റെസൊല്യൂഷൻ ആകുമ്പോൾ എന്താണ് സംഭവിക്കുക, അതിനിടയിൽ കുറേ ചെറിയ അനലോഗ് ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ എറർ ഉണ്ടാവും. ഓക്കെ, അടുത്തത്, which parameter measures how accurately a DAC reproduces the input digital code, how accurately ആണ് DAC reproduce ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന പാരാമീറ്റർ ഏതാണ്, ലീനിയാരിറ്റി ആണ് കേട്ടോ. ലീനിയാരിറ്റി ഇൻഡിക്കേറ്റ്സ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ സ്ട്രേറ്റ് ലൈൻ ഔട്ട്പുട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, the Nyquist sampling theorem states that sampling frequency should be at least, Nyquist sampling theorem വെച്ചിട്ട് sampling frequency എന്തായിരിക്കണം, it should be fs must be greater than or equal to 2fm എന്നാണ് നമ്മൾ പറയുക. fm എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഇൻപുട്ട് ഫ്രീക്വൻസി അല്ലേ, അപ്പോൾ 2 times മാക്സിമം ഇൻപുട്ട് ഫ്രീക്വൻസി എങ്കിലും ആയിരിക്കണം. അപ്പോൾ ട്വൈസ് ദ മാക്സിമം ഇൻപുട്ട് ഫ്രീക്വൻസി, ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ADC type suitable for high resolution audio application, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ആപ്ലിക്കേഷന് ഏറ്റവും നല്ല ADC ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫ്ലാഷ് അല്ല, അതിനകത്ത് റെസൊല്യൂഷൻ വളരെ കുറവായിരിക്കും കേട്ടോ. സക്സസീവ് അപ്രോക്സിമേഷൻ ADC അല്ല, സിഗ്മ ഡെൽറ്റ ADC ആണ് അതിന് ഏറ്റവും നല്ലത്. ദേ പ്രൊവൈഡ് ഹൈ റെസൊല്യൂഷൻ ആൻഡ് ലോ നോയ്സ്, ഐഡിയൽ ഫോർ ഓഡിയോ. ഓക്കെ, അപ്പോൾ സിഗ്മ ഡെൽറ്റയാണ് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ആപ്ലിക്കേഷൻസിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ADC. അടുത്ത ചോദ്യം, in an n-bit ADC quantization error ranges from, ഒരു n-bit ADCക്കകത്ത് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്ലസ് ഓർ മൈനസ് ഹാഫ് LSB ആയിരിക്കും കേട്ടോ. പ്ലസ് ഓർ മൈനസ് ഹാഫ് LSBയുടെ ഇടയിലായിരിക്കും ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. മാക്സിമം ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് ഓഫ് LSB ഡ്യൂ ടു റൗണ്ടിങ് ഓഫ് അനലോഗ് സിഗ്നൽ ടു നിയറസ്റ്റ് ഡിജിറ്റൽ ലെവൽ. ഓക്കെ, അടുത്ത ചോദ്യം, a flash ADC with 4-bit output requires how many comparators? അപ്പോൾ 4-bit output ആണെങ്കിൽ നമുക്കറിയാം 2n-1 കമ്പാരേറ്ററുകൾ വേണം. 2⁴ എന്ന് പറഞ്ഞാൽ എത്രയായി, 16 - 1 15 കമ്പാരേറ്റേഴ്സ് അവിടെ വേണം. ബി ആണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, സക്സസീവ് അപ്രോക്സിമേഷൻ ADC യൂസസ് വിച്ച് ഓഫ് ദി ഫോളോയിങ്, സക്സസീവ് അപ്രോക്സിമേഷൻ ADCക്കകത്ത് എന്താണുള്ളത്, അപ്പോൾ എന്തൊക്കെയാണുള്ളത്, സക്സസീവ് അപ്രോക്സിമേഷൻ ADCക്കകത്ത് ഒരു രജിസ്റ്റർ ഉണ്ട് അല്ലേ, SAR എന്ന് പറയുന്ന സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ഉണ്ട്. പിന്നെ എന്തുണ്ട്, ഒരു കമ്പാരേറ്റർ ഉണ്ട്, ഒരു കമ്പാരേറ്റർ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒരു കൗണ്ടർ ഉണ്ട്, അതൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുക. കപ്പാസിറ്റർ ലാഡർ അല്ല, കമ്പാരേറ്റർ ആൻഡ് രജിസ്റ്റർ, അതെ, ബി ആണ് ഉത്തരം. അപ്പോൾ ഇറ്റ് ഹാസ് എ കമ്പാരേറ്റർ, DAC ആൻഡ് രജിസ്റ്റർ ടു സക്സസീവ്ലി അപ്രോക്സിമേറ്റ് ദ ഇൻപുട്ട്. ഓക്കെ, അടുത്തത്, ഡുവൽ സ്ലോപ്പ് ADC ഇൻറ്റഗ്രേറ്റ്സ് ദ ഇൻപുട്ട് സിഗ്നൽ ഓവർ. അപ്പോൾ ഡുവൽ സ്ലോപ്പ് ADCക്കകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എത്രയെന്നാണ് ചോദിക്കുന്നത്, ഓവർ എ ഫിക്സഡ് ടൈം ഇൻ്റർവെൽ ആണ് കേട്ടോ. ഡുവൽ സ്ലോപ്പ് ADC നോക്ക്, വേരിയിങ് ടൈം ആണോ, അല്ല. 1/ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് ആണോ, അല്ല. നണ്ണും അല്ല. ഡുവൽ സ്ലോപ്പ് ADC integrates input for fixed period to reduce noise, then measures de-integration time. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡുവൽ സ്ലോപ്പ് ADC ചെയ്യുക. അത് ആവറേജ് എടുത്തിട്ടാണ് നമ്മുടെ ഫിക്സഡ് പീരീഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഡീഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ആ ടൈമിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മുടെ ഡുവൽ സ്ലോപ്പ് ADC കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തത്,
Sampling frequency of an ADC is 10 kilohertz. Maximum input frequency for accurate conversion is. അപ്പോൾ സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. മാക്സിമം ഇൻപുട്ട് ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നൈക്യൂസ് ക്രൈറ്റീരിയ തിരിച്ചു ചോദിച്ചിട്ടുള്ളതാണ്. അതായത് എന്താണ്, FS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM അല്ലേ. അപ്പോൾ FS എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, 10 കിലോ ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ FM എത്ര വരെ ആവാം, മാക്സിമം ഇൻപുട്ട് എത്ര വരെ ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 5 കിലോ ഹെർട്സ് അല്ലേ. അപ്പോൾ 5 കിലോ ഹെർട്സ് വരെ ആവാം. ഓക്കെ, അപ്പോൾ B ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, the ADC with the fastest conversion time is. fastest conversion time ഉള്ളത് ആരാണ്? ഫ്ലാഷ് ADC ആണ്. അത് it has 2n-1 comparators and it is the fastest ADC. അടുത്തത്, among the 4 slowest ADCs, slowest analog to digital converter ഏതാണ്? പാരലൽ കമ്പാരേറ്റർ. ഫ്ലാഷ് ADC ആണോ? അല്ല, അത് സ്ലോ അല്ല. SAR ആണോ? അതൊരു ഡൗട്ട് ഉണ്ട്. ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ആണോ? ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് വന്നപ്പോൾ SAR പോയി. ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ആണ് കേട്ടോ. കൗണ്ടർ ടൈപ്പിനേക്കാളും ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പിനാണ് സ്പീഡ് കുറവ്. അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. അതായത് ടൈപ്പ് ഓഫ് ADC കൗണ്ടർ ടൈപ്പ് ആണെങ്കിൽ ഇത്രയും ക്ലോക്കുകൾ വന്നു എന്നിരിക്കും. 2n-1 ക്ലോക്ക് വന്നാൽ എത്ര സമയം എടുക്കുന്ന ഒരു കൺവേർഷന്? 2n-1 × T ക്ലോക്ക് ടൈം എടുക്കും. SAR-നകത്താണെങ്കിലോ ഒരു n ക്ലോക്കുകൾ വന്നാൽ n × T ക്ലോക്കാണ് എടുക്കുക. മൊത്തം n ക്ലോക്കുകൾ മതി. n × T ക്ലോക്കാണ് കൺവേർഷൻ ടൈം. കൗണ്ടർ ടൈപ്പിന് 2n-1 ക്ലോക്ക് എടുക്കും മൊത്തം കൺവേർഷന് വേണ്ടിയിട്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 2n-1 × T ക്ലോക്കാണ്. ഫ്ലാഷിനോ ഒരൊറ്റ ക്ലോക്ക് സൈക്കിളിൽ എല്ലാം കൂടെ പാരലായിട്ടല്ലേ ഔട്ട്പുട്ട് വരിക. ഒറ്റ ഇതാണ്. അപ്പോൾ ഒരൊറ്റ ടൈം ക്ലോക്ക് ടൈം പീരീഡ് എടുക്കുള്ളൂ. ഡുവൽ സ്ലോപ്പ് ഇൻ്റഗ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2n+1 എടുക്കും. ഓക്കെ, അത്രയും ക്ലോക്ക് എടുക്കും ഇത് വർക്ക് ചെയ്ത് കഴിയാൻ. അപ്പോൾ സമയം മൊത്തം എത്ര എടുക്കും? 2n+1 T ക്ലോക്ക് എടുക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആരാ? ഡുവൽ സ്ലോപ്പ് ഇൻ്റഗ്രേറ്റിംഗ് ടൈപ്പ് ആണ് കേട്ടോ. അടുത്തത്, R2R ladder DAC is preferred because. R2R ladder DAC നമ്മൾ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്? ഇറ്റ് റിക്വയർസ് ഫ്യൂവർ പ്രിസൈസ് റെസിസ്റ്റേഴ്സ്. ശരിയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് വേരിയബിൾ റെഫറൻസ്. അങ്ങനെ ഇല്ല. ഹൈ ഇൻപുട്ട് വോൾട്ടേജ്, ലോ ലീനിയാരിറ്റി. അതൊരു ഇതല്ലല്ലോ, പ്രിഫർ ചെയ്യുന്നതിൻ്റെ കാരണമല്ലല്ലോ. അപ്പോൾ A ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓൺലി 2 റെസിസ്റ്റർ വാല്യൂസ് ഏതൊക്കെ? R and 2R ആർ നീഡഡ്. സിംപ്ലിഫൈങ് ഡിസൈൻ ആൻഡ് മെയിൻറ്റെയിനിങ് ലീനിയാരിറ്റി. ഓക്കെ, അപ്പോൾ ആകെ 2 വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. വെയ്റ്റഡ് റെസിസ്റ്റർ DAC പോലെ അല്ല. അടുത്ത ചോദ്യം, the DAC output can be either. DAC output എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ആണ്. ആ അനലോഗ് വാല്യൂ എന്തൊക്കെയാവാം? വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഓർ കറണ്ട്. ഓക്കെ, അടുത്തത്, a DAC followed by a low pass filter is used to. DACന്റെ കൂടെ ഒരു ലോ പാസ് ഫിൽറ്ററും കൂടെ വെച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നാണ് ചോദ്യം. ഇറ്റ് റിമൂവ്സ് ഡിജിറ്റൽ ക്വാണ്ടൈസേഷൻ സ്റ്റെപ്സ്. ശരിയാണ്. ഇറ്റ് ഇൻക്രീസസ് റെസൊല്യൂഷൻ. ഇല്ല. ആംപ്ലിഫൈ ഡിജിറ്റൽ സിഗ്നൽസ്. ഇല്ല. കൺവേർട്ട് അനലോഗ് ടു ഡിജിറ്റൽ. ഇല്ല. ലോ പാസ് വെച്ചാൽ അനലോഗ് ടു ഡിജിറ്റൽ ആവില്ലല്ലോ. അപ്പോൾ ഡിജിറ്റൽ ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലോ പാസും കൂടെ വെച്ച് കൊടുക്കണേ. ലോ പാസ് ഫിൽറ്റർ സ്മൂത്ത് സ്റ്റെപ്പ് വൈസ് ഔട്ട്പുട്ട് ടു കണ്ടിന്യൂസ് അനലോഗ് സിഗ്നൽ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. ഈ 25 ചോദ്യങ്ങളോടുകൂടി ADC ആൻഡ് DACയുടെ MCQs കഴിയാണ് കേട്ടോ. ഇൻ ADC ഡിസൈൻ ഇൻക്രീസിങ് ദ റെസൊല്യൂഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ക്വാണ്ടൈസേഷൻ എറർ കുറയും അല്ലേ. നല്ലോണം റെസൊല്യൂഷൻ കൂടുമ്പോൾ അത്രയും നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യല്ലേ. അപ്പോൾ ക്വാണ്ടൈസേഷൻ എറർ അത്രയും കുറയും. ഇൻക്രീസസ് ക്വാണ്ടൈസേഷൻ എറർ? നോ, ഇറ്റ് റെഡ്യൂസസ് ദി ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, റെഡ്യൂസസ് SNR അല്ല, എറർ ആണ് കുറയ്ക്കുക. ഹയർ ബിറ്റ്സ്, മോർ ഡിസ്ക്രീറ്റ് ലെവൽ, സ്മോളർ LSB ആൻഡ് ലോവർ ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ADC DAC നല്ലോണം നോക്കുക. നിങ്ങൾക്ക് തിയറി പാർട്ടൊക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ MCQനകത്ത് നല്ലോണം ഓടിപ്പോയത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.